ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അപരനാമങ്ങളും. അതായത് ഇന്ത്യയുടെ സുഗന്ധദ്രവ്യത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയുടെ സുഗന്ധദ്രവ്യത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്നത് തന്നെയാണ് കേരളം. അതുപോലെ ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ മുട്ടപ്പാത്രം ആന്ധ്രാപ്രദേശാണ്. അതുപോലെ ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്താണ്? ആന്ധ്രാപ്രദേശാണ്. ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര ആന്ധ്രാപ്രദേശ്. അതുപോലെ തന്നെ 5 നദികളുടെ നാട് പഞ്ചാബ്. 5 നദികളുടെ നാട് പഞ്ചാബ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര അതേതാണ്? പഞ്ചാബ്. ഇന്ത്യയുടെ ധാന്യപ്പുര ഏതാണ്? പഞ്ചാബാണ്. അതുപോലെ ഓർക്കിഡ് സംസ്ഥാനം എന്നറിയപ്പെടുന്നു അരുണാചൽ പ്രദേശ്. ഓർക്കിഡ് സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അതുപോലെ ഉദയസൂര്യന്റെ നാടെന്നറിയപ്പെടുന്നു അരുണാചൽ പ്രദേശ്. ഉദയസൂര്യൻ നാടെന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ ഉദയസൂര്യൻ നാടെന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ദക്ഷിണ കോസലം എന്നറിയപ്പെടുന്നു ഛത്തീസ്ഗഡ്. ദക്ഷിണ കോസലം ഛത്തീസ്ഗഡ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നു ഹിമാചൽ പ്രദേശ്. ഇന്ത്യയുടെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നു ആസാം. ആസാം. വിഹാരങ്ങളുടെ നാടെന്നറിയപ്പെടുന്നു ബീഹാർ. ബീഹാറാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം, ഇന്ത്യയുടെ ഹൃദയം എന്നിങ്ങനെ അറിയപ്പെടുന്നു മധ്യപ്രദേശ്. ഇന്ത്യയുടെ കടുവാ സംസ്ഥാനം എന്നും ഇന്ത്യയുടെ ഹൃദയം എന്നും അറിയപ്പെടുന്നു